ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആഫ്രിക്കയിലും. ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മിഡിൽ ഈസ്റ്റിലെ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയും ഹൂതികളും ഹമാസും ഒക്കെ മരണത്തെ മുഖാമുഖം കാണുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ തങ്ങളുടെ സൈനിക സഖ്യത്തെ വിപുലപ്പെടുത്താൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. സുഡാനിൽ, ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ വൻതോതിലുള്ള ആയുധ ശേഖരം, വൻതോതിലുള്ള ടണലുകൾ ഇറാൻ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം കണ്ടെത്തിയിരിക്കുന്നത്. സുഡാനിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇറാൻ തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇറാനെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കാൻ ഇപ്പോൾ കഴിയാത്ത സാഹചര്യം. ഒരു വശത്ത് അമേരിക്കയുടെ സമ്മർദ്ദം, മറുവശത്ത് ഏത് നിമിഷവും ഇസ്രായേലിൽ നിന്നുള്ള ആക്രമണം. ഈ ഒരു അവസരം മുന്നിൽ കണ്ടുകൊണ്ട് ഇറാൻ തങ്ങളുടെ സൈനിക സംവിധാനങ്ങൾ ചുറ്റുമുള്ള മറ്റ് പ്രോക്സികളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. വർഷങ്ങളായി തന്നെ സുഡാനുമായും സുഡാനിലെ വിമത സേനകളുമായും ഇറാൻ വലിയ സൈനിക സഖ്യത്തിലാണ്. വൻതോതിലുള്ള ആയുധങ്ങളാണ് സുഡാനിലെ സൈനികർക്കും അതുപോലെ തന്നെ സുഡാനിലെ വിമത വിഭാഗത്തിനും ഒരുപോലെ ഇറാൻ സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തു വരുന്നു. ഇറാന്റെ വമ്പൻ ആയുധ ശേഖരം സുഡാനിലുണ്ട്. സുഡാനിലെ മരുഭൂമികളിലും പർവ്വതങ്ങളിലും ഒന്നാകെ വിന്യസിച്ച് കിടക്കുന്ന വമ്പൻ ടണൽ ശൃംഖല ഇറാന് സുഡാനിലുണ്ട്. 12 കവാടങ്ങളോടുകൂടിയ അതിബൃഹത്തായ ടണൽ ശൃംഖലയാണ് സുഡാനിൽ ഇറാനുള്ളത്. ഈ ടണൽ ശൃംഖലയ്ക്കുള്ളിൽ വൻതോതിലുള്ള ആയുധങ്ങൾ, സർഫസ് മിസൈല്, എർത്ത് മിസൈൽ അടക്കം, ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള ഏറ്റവും ആധുനികമായ ആയുധങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സുഡാന്റെ ഈ പ്രദേശങ്ങളിൽ ഇറാന് ആയുധ നിർമ്മാണ ഫാക്ടറികൾ ഉണ്ടോ എന്ന സംശയം പോലും ഇസ്രായേൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 4-5 വർഷക്കാലത്തിനിടയിൽ സുഡാനിൽ വൻതോതിലുള്ള ആയുധങ്ങളുടെ വിന്യാസമാണ് ഇറാൻ നടത്തിയത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, സിറിയയിൽ ഇറാൻ വൻതോതിലുള്ള ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നു. സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിക്കുന്നതിന് മുൻപ് വരെ ഇറാനിൽ നിന്നുള്ള വൻ സാമ്പത്തികം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇറാൻ ആവശ്യമുള്ള ആയുധങ്ങൾ നിർമ്മിക്കുകയും ഇറാൻ ആവശ്യമുള്ള ആയുധങ്ങൾ കടത്തിക്കൊണ്ടുവരികയും അവ സൂക്ഷിക്കുകയും ചെയ്യുന്ന ജോലിയായിരുന്നു പ്രധാനമായും സിറിയൻ ഭരണകൂടം നിർവഹിച്ചിരുന്നത്. ഇതുകൂടാതെ ലോകത്തെ ഇസ്ലാമിക ഭീകരന്മാർക്ക് ആവശ്യമായ മയക്കുമരുന്നുകൾ കൂടി നിർമ്മിച്ചു നൽകുക, ഈ ജോലി വളരെ ഭംഗിയായി സിറിയൻ ഭരണകൂടം ചെയ്തു വരികയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇസ്രായേൽ ഇടപെടുന്നതും വിമതസേനയ്ക്ക് ശക്തി നൽകുന്നതും. ഒടുവിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ട 15-ാമത്തെ ദിവസം ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിക്കുന്നത്. ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ ഇസ്രായേൽ ഏകപക്ഷീയമായ ആക്രമണം സിറിയയിൽ ഉടനീളം നടത്തി. സിറിയയുടെ വിവിധ മേഖലകളിൽ 2 ദിവസം തുടർച്ചയായ വ്യോമാക്രമണമാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ നടത്തിയത്. ഒടുവിൽ ഈ സിറിയയിലെ ആയുധ സംഭരണശാലകളും ആയുധ സംഭരണ കേന്ദ്രങ്ങളും ഒന്നാകെ തകർത്ത് തരിപ്പണമാക്കി. ആഴ്ചകൾക്ക് ശേഷം സിറിയയിലെ ഒരു പർവ്വതത്തിന്റെ താഴ്വാരത്ത് വീണ്ടും മാരകമായ ബോംബാക്രമണം ഇസ്രായേൽ നടത്തി. ഈ ബോംബാക്രമണത്തിൽ തകർന്നത് സിറിയയ്ക്കുള്ളിൽ ഇറാൻ സൂക്ഷിച്ചിരുന്ന ഇറാന്റെ വമ്പൻ ആയുധ ശേഖരമായിരുന്നു. ഇറാനെ ഞെട്ടിച്ച ഒരു സംഭവം കൂടിയായിരുന്നു അത്. കാരണം ഒരിക്കലും സിറിയയ്ക്കുള്ളിൽ ഇത്തരമൊരു ആയുധ ശേഖരം ഇറാന്റേതായി ഉണ്ടാകുമെന്ന് ഒരിക്കലും ആരും കണ്ടെത്തില്ലെന്നായിരുന്നു ഇറാന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഇറാന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ടായിരുന്നു മൊസാദിന്റെ ചാരന്മാർ ഈ മേഖല കണ്ടെത്തിയതും പിന്നീട് ആക്രമിച്ച് നശിപ്പിച്ചതും. 10 കണക്കിന് ഭാരമുള്ള പർവ്വതങ്ങളെ പോലും തകർക്കാൻ ശേഷിയുള്ള വലിയ വലിയ ഭീകരമായ സ്ഫോടക ശേഷിയുള്ള ബോംബുകൾ വർഷിച്ചുകൊണ്ടായിരുന്നു ആ ആയുധശാല ഇസ്രായേലി സേന തകർത്തത്, ആ ആയുധപ്പുര ഇസ്രായേലി സേന തകർത്തത്. അതിനുശേഷം ഇറാൻ ഇസ്രായേലുമായി ഒരു തരത്തിലുള്ള കൊമ്പുകോർക്കലിനും വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നു. സിറിയയിൽ മാത്രമല്ല, അല്ലെങ്കിൽ യമനിൽ മാത്രമല്ല, അല്ലെങ്കിൽ ലെബനനിൽ മാത്രമല്ല, ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലും ഇറാന്റെ ആയുധ ശേഖരമുണ്ട്. ഇസ്രായേലിനെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് വർഷങ്ങളായി സുഡാന്റെ മരുഭൂമിയിലും പർവ്വതങ്ങൾക്ക് താഴ്വാരത്തും വലിയ ബങ്കറുകൾ, വലിയ ടണലുകൾ ഇറാൻ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. 12 കവാടങ്ങളാണ് ഈ ബങ്കറുകൾക്കുള്ളത്. ഈ ബങ്കറുകൾക്കുള്ളിൽ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുണ്ട്. വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം പോലുമുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ ബങ്കറുകൾക്കുള്ളിലാണ് ഇറാൻ തങ്ങളുടെ ഏറ്റവും ആധുനികമായ, ഏറ്റവും തന്ത്രപ്രധാനമായ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ ഇറാന് ആയുധ നിർമ്മാണ ഫാക്ടറികൾ ഉണ്ട് എന്നുള്ള സംശയം പോലും ഇസ്രായേലിനുണ്ട്. സുഡാനെ ആയുധ സംഭരണ കേന്ദ്രമാക്കിക്കൊണ്ട്
ഇസ്രായേലിനെ അടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇറാൻ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതേസമയം ഇസ്രായേലിന്റെ ചാരന്മാരുടെ കണ്ണിൽ നിന്ന് ഒന്നും ഒളിക്കാൻ ഇറാന് കഴിയില്ല എന്ന് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങകലെ ആഫ്രിക്കയിൽ നിർമ്മിച്ച ഇറാന്റെ ആയുധ ടണൽ, ആയുധ ബങ്കർ, അതിനെപ്പോലും മൊസാദിന്റെ ചാരന്മാർ കണ്ടെത്തിയിരിക്കുന്നു. ഇസ്രായേലിന്റെ ചാര ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ റൂട്ട് മാപ്പ് വരെ കൃത്യമായി ഇസ്രായേൽ തയ്യാറാക്കിയിരിക്കുന്നു. കഴിഞ്ഞ 1-2 ആഴ്ചക്കിടയിൽ സുഡാനിലേക്ക് ഇസ്രായേലി സേനയുടെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ എന്തിനു വേണ്ടിയാണ് സുഡാനെ ഇസ്രായേൽ ആക്രമിച്ചത് എന്നത് ആർക്കും വ്യക്തമായിരുന്നില്ല. ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യമായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യമായി വരുന്നു. സുഡാനിൽ ഇസ്രായേൽ കണ്ടെത്തിയ ആയുധപ്പുര അത് ഇറാന്റേതെന്ന് തിരിച്ചറിഞ്ഞ ശേഷമാണ് ആദ്യ ആക്രമണം ഇസ്രായേൽ ആ മേഖലയിലേക്ക് നടത്തുന്നത്. അതിനുശേഷം ഇസ്രായേൽ പിന്നീട് ആക്രമണമൊന്നും നടത്തിയില്ല. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു, സുഡാനിലുള്ളത് ഇറാന്റെ ആയുധപ്പുര തന്നെ. സുഡാനെ ഇടനിലക്കാരാക്കിക്കൊണ്ട് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇറാൻ. ഇതിനുള്ള തിരിച്ചടി സുഡാനും ലഭിക്കും, ഇറാനും ലഭിക്കും. എന്തായാലും വൻതോതിലുള്ള ആയുധ ശേഖരം സുഡാനിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതായത് ഇറാനെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കാൻ ഇപ്പോൾ കഴിയാത്ത സാഹചര്യം. ഒരു വശത്ത് അമേരിക്കയുടെ സമ്മർദ്ദം, മറുവശത്ത് ഏത് നിമിഷവും ഇസ്രായേലിൽ നിന്നുള്ള ആക്രമണം. ഈ ഒരു അവസരം മുന്നിൽ കണ്ടുകൊണ്ട് ഇറാൻ തങ്ങളുടെ സൈനിക സംവിധാനങ്ങൾ ചുറ്റുമുള്ള മറ്റ് പ്രോക്സികളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. വർഷങ്ങളായി തന്നെ സുഡാനുമായും സുഡാനിലെ വിമത സേനകളുമായും ഇറാൻ വലിയ സൈനിക സഖ്യത്തിലാണ്. വൻതോതിലുള്ള ആയുധങ്ങളാണ് സുഡാനിലെ സൈനികർക്കും അതുപോലെ തന്നെ സുഡാനിലെ വിമത വിഭാഗത്തിനും ഒരുപോലെ ഇറാൻ സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തു വരുന്നു. ഇറാന്റെ വമ്പൻ ആയുധ ശേഖരം സുഡാനിലുണ്ട്. സുഡാനിലെ മരുഭൂമികളും പർവ്വതങ്ങളിലും ഒന്നാകെ വിന്യസിച്ച് കിടക്കുന്ന വമ്പൻ ടണൽ ശൃംഖല ഇറാന് സുഡാനിലുണ്ട്. 12 കവാടങ്ങളോടുകൂടിയ അതിബൃഹത്തായ ടണൽ ശൃംഖലയാണ് സുഡാനിൽ ഇറാനുള്ളത്. ഈ ടണൽ ശൃംഖലയ്ക്കുള്ളിൽ വൻതോതിലുള്ള ആയുധങ്ങൾ, സർഫസ് മിസൈല്, എർത്ത് മിസൈൽ അടക്കം, ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള ഏറ്റവും ആധുനികമായ ആയുധങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സുഡാന്റെ ഈ പ്രദേശങ്ങളിൽ ഇറാന് ആയുധ നിർമ്മാണ ഫാക്ടറികൾ ഉണ്ടോ എന്ന സംശയം പോലും ഇസ്രായേൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 4-5 വർഷക്കാലത്തിനിടയിൽ സുഡാനിൽ വൻതോതിലുള്ള ആയുധങ്ങളുടെ വിന്യാസമാണ് ഇറാൻ നടത്തിയത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാൻ തങ്ങളുടെ ബേസ് ക്യാമ്പുകൾ ആഫ്രിക്കയിലേക്കും വ്യാപിപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. മിഡിൽ ഈസ്റ്റിൽ തങ്ങൾക്കിനി രക്ഷയില്ലാതെ തിരിച്ചറിഞ്ഞ ഇറാൻ ആഫ്രിക്കയിലേക്ക് തങ്ങളുടെ ചുവട് മാറ്റുകയാണ്. ആഫ്രിക്കയിൽ ആയുധങ്ങൾ നിർമ്മിച്ച്, ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിച്ച് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള നീക്കമാണോ നടത്തുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. മറ്റു ചില വാർത്തകൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സുഡാൻ സൈന്യം ഇറാനെ പിന്തുണയ്ക്കാനായി രംഗത്ത് വരുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചില വാർത്തകൾ നൽകിയിരുന്നു. ഇറാനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ സുഡാൻ സൈന്യം രംഗത്ത് എന്നതായിരുന്നു വാർത്തകൾ. അത് യാഥാർത്ഥ്യമാണെങ്കിൽ സുഡാൻ എന്ന രാജ്യത്തിനും കഷ്ടകാലം തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പോലും ഇനി തീറ്റിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഇസ്രായേലിന് നേരെ മറ്റൊരു പ്രോക്സിയെ കൂടി കണ്ടെത്തിയിരിക്കുന്നു ഇറാൻ. ആ പ്രോക്സിക്കും ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെ ഗതി തന്നെ വരുമെന്നുള്ളതാണ് ഇനി കാലം തെളിയിക്കേണ്ടത്.